ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർഷീരിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പൂള കുയിക്കപ്പ നടന്നൊരു വീഡിയോ ആണ്. കുയിക്കപ്പ തണ്ട് പൊട്ടിച്ചും കഴിഞ്ഞ് നടുക. അതിന് കൂടുതൽ വിളവ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു കപ്പ കൃഷിയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നല്ലൊരു കപ്പത്തണ്ട്, ഇതുപോലത്തെ ഒരു കപ്പത്തണ്ട് കുറച്ച് നീളത്തിൽ വേണം. അപ്പോൾ അത് സാധാരണ കപ്പത്തണ്ടിനേക്കാണ് കുറച്ചുകൂടി നീളത്തിലാണ്. അപ്പോൾ ഈ ഒരു കപ്പത്തണ്ടിൽ പിന്നെ ഒരു 5-10 കണ്ണ് ഉണ്ടാവും. ആ കണ്ണിൽ ഏകദേശം പകുതി ഭാഗവും മണ്ണിലടി പാണ്ടാണ്. ആ കപ്പത്തണ്ട് നമുക്ക് ഒന്ന് കെട്ടണം. അതിന് വേണ്ടിയിട്ട് ടൈയാണ്. അത് കെട്ടിയിട്ട് വേണം. 2 കമ്പ് വേണം അതിന്, ചെറിയ 2 പരന്ന കമ്പ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ അടിഭാഗം നമ്മൾ ഈ മണ്ണിലേക്ക് വെക്കുന്ന ഭാഗം നമുക്ക് ഒന്ന് പൊട്ടിക്കണം. 4 ചീന്താക്കണം. എന്നാൽ ആദ്യം തന്നെ അത് ചീന്തി പാണ്ടിക്കാൻ, ഫുള്ളായിട്ട് ചീന്തി പാണ്ടിക്കാൻ നമ്മൾ ടൈ കൊണ്ട് 2 ടൈ എടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. 2 ടൈ എടുത്ത് കഴിഞ്ഞ് കറക്റ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഏകദേശം ഒരു കാൽഭാഗം വെച്ച് ആ കാൽഭാഗത്തോളം നമുക്ക് കീറിയെടുക്കണം. ഒരു 4 കീറ്, 2 ഭാഗത്തേക്ക് 4 കീറ്, 4 പീസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീറണം. അപ്പോൾ 2 ഭാഗം കീറുക, 2 ഭാഗം കീറുമ്പോൾ 4 പീസായി. അപ്പോൾ അത് ശരിക്ക് ശ്രദ്ധിച്ചിങ്ങനെ കാര്യം ചെയ്യണം. പൂളത്തണ്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം കീറി അതിൽ നമ്മൾ ചെറിയൊരു കമ്പ് എടുത്ത് അടിച്ച് താത്തിയിട്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് വികസിച്ച് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താത്തിച്ചു. ഇപ്പോൾ 2ാം ഭാഗം നമ്മൾ കീറുകയാണ്. അത് കീറി കഴിഞ്ഞിട്ട് 2ാമത്തെ കമ്പ് ചെറിയ പരന്ന ഒരു കമ്പ് ഇടുന്നത്, അതിൽ 2ാമത്തെ കമ്പ് എടുത്തിട്ട് പതുക്കെ ആയിട്ട് നമ്മൾ അടിച്ച് ചെറുങ്ങനെ താത്തി കൊടുക്കുക. പതുക്കെ അടിക്കണം, വളരെ ശ്രദ്ധിക്കണം. കപ്പത്തണ്ട് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് താത്തി വെച്ചതിൻ്റെ ശേഷം നല്ലോണം കറക്റ്റായിട്ടൊന്ന് അടിയിലേക്ക് വെക്കുക. അപ്പോൾ അടി കെട്ടുള്ളതും കൊണ്ട് ചീന്തി പോകില്ല, പേടിക്കണ്ട. എന്നാലും അടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ആ കമ്പുകൾ 4 ഇലകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചും കഴിഞ്ഞ് ഒന്ന് കറക്റ്റായിട്ട് താത്തി വെക്കുക. അപ്പോൾ ഏകദേശം റെഡിയായി. അപ്പോൾ കെട്ടൊക്കെ റെഡിയാക്കി. ഇപ്പോൾ 4 ഇതളായിട്ട് പിന്നെ അതിൻ്റെ ആ അധികം കിടക്കുന്ന ആ ടൈൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് വളരെ ക്ലിയറായി. ഇനി ഈ ഭാഗമാണ് ഏകദേശം പകുതി ഭാഗത്തോളം നമുക്ക് മണ്ണിൽ വെക്കണം. ഇനി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുയ്യ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു കൂടം കൂട്ടണം. ആദ്യം ഒരു കുയ്യ എടുക്കുകയാണ്. ആ കുയ്യ എടുത്തിട്ടാണ് അതിൻ്റെ നടുക്കായിട്ടാണ് ഈ കൂടം കൂട്ടുന്നത്. അതാണ് കുയിക്കപ്പ. കുയിക്കപ്പ ആദ്യം കുയ്യ എടുക്കുക, പിന്നെ അതിൽ വളമൊക്കെ ചേർത്തിട്ട് അതിന് നടുക്കൊരു കൂടുണ്ടാക്കുക. ഇത് പന്നീൻ്റെ ശല്യത്തിൽ നിന്നും കഴിച്ചിടാൻ നല്ല ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൃഷി ചെയ്തിട്ട് പന്നീൻ്റെ കുറച്ച് പണിയും കൂടുതലുണ്ടാവും, എങ്കിലും നല്ല വിളവും കിട്ടും. പന്നി ശല്യത്തൊന്നും കുറവുണ്ടാകും. ഈ കുയിക്കപ്പ നടുമ്പോൾ നല്ല വളവാണ്. നല്ലോണം മണ്ണ് ഇളക്കിയിട്ട് വലിയൊരു കുയ്യ എടുത്തിട്ട് അതിൽ നല്ലോണം മണ്ണ് ഇളക്കിയിട്ട് പിന്നെ അതിൽ കൂടാൻ കൂട്ടുകയാണ്. അതിൽ അടിവളം ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടിയോ കോഴിവളം ഉണ്ടെങ്കിലും അടിവളം കൊടുക്കുക. അതിൻ്റെ ശേഷം നല്ലൊരു കൂടുണ്ടാക്കിയിട്ട് അതിലാണ് ഈ തണ്ട് നടാൻ പോകുന്നത്. ഈ പൊട്ടിച്ച തണ്ട്, ആ പൊട്ടിച്ച തണ്ടിനാണ്, തണ്ടിൽ ഫുള്ള് വേര് പിടിച്ചിട്ട് പൂള നിറച്ച് പൂള ഉണ്ടാവും. ഇത് ഓരോരുത്തർ പരീക്ഷ നോക്കി കഴിഞ്ഞ് വിജയിച്ച സംഗതിയാണ്. ഈ തായ്ലൻഡ് അങ്ങനെ സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതലും പരീക്ഷണ അടിസ്ഥാനത്തിൽ വിജയിച്ചത്. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ ഞാനും പരീക്ഷണത്തിലാണ്. അപ്പോൾ വിജയിച്ചാൽ കുറച്ച് കൂടുതൽ, ഇപ്പം കുറച്ച് നടന്നുള്ളൂ. പരീക്ഷിച്ച് വിജയിച്ചാൽ അത് കൂടുതൽ വ്യാപിപ്പിക്കണം. അപ്പോൾ പന്നിൻ്റെ ശല്യത്തൊന്നും കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ
ഇതാണല്ലോ വിജയം. നമ്മൾ പന്നീനെ നോക്കണ്ടല്ലോ. എനിക്ക് വലിയ ഇതൊന്നുമില്ല. പന്നി അപ്പോൾ കുയില് കൂടം കൂട്ടിങ്ങനെ നട്ടാൽ പന്നി ശല്യം ചെയ്യൂല എന്നുള്ളത് അത് നട്ടു നോക്കിയെങ്കിലേ അറിയൂ. എങ്കിലും പരിശ്രമിച്ച് നോക്കാം. കുയ്യ് ഏകദേശം ഒരു വലിയ കുയ്യായിരിക്കണം. അപ്പം നമ്മളെ ഇവിടെ കുയ്യെടുക്കുന്ന പ്രശ്നമില്ല. നല്ല മണ്ണാണ്, നല്ല അടിപൊളി മണ്ണാണ്. ആ മണ്ണിൽ പൂളൊക്കെ ഇഷ്ടം പോലെ നല്ല വിളവുണ്ടാവും. ഇപ്പോൾ മണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കൊത്തുന്നതിന് മുമ്പ് പൊന്തി വരുന്ന മണ്ണാണ്. അപ്പോൾ നല്ല വിളവ് കിട്ടുന്നതാണ്. ഇവിടെ പന്നിശല്യം നല്ലോണം ഉണ്ട്, നല്ല പന്നിശല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടാണ്ട് ഇങ്ങനെ കാലിയാക്കി ഇട്ടിട്ട് ഇപ്പം ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കുയിക്കപ്പ നട്ടാൽ പന്നിശല്യം കുറയും, അതുപോലെ തന്നെ നല്ല വളവും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ പരീക്ഷണം നോക്കുന്നത്. അതുപോലെ അങ്ങനെ തണ്ട് കീറി നടന്നത് ആദ്യമായിട്ടാണ് പരിശ്രമിച്ച് നോക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് മറ്റേ തായ്ലൻഡിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വിജയിച്ചാൽ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ കുയ്യെടുക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല മണ്ണ്, നല്ല ഇളകിയ മണ്ണാണ്, നല്ല ഊഷ്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ കുയ്യൊക്കെ എടുത്തതിൻ്റെ നടുക്കൊരു തടം കൂട്ടി അതിൽ നമ്മൾ ഡോളോമെറ്റ് വിതറി കൊടുക്കണം. കുറച്ച് ഡോളോമെറ്റ് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് അതിന് നടുക്ക് നമ്മൾ തണ്ട് നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കി വെച്ച തണ്ട് അത് ആ പൊട്ടിച്ച ഭാഗം താഴോട്ടാക്കിയിട്ട് അവിടെ കുത്തി കൊടുക്കുക. അത്രേ പണിയുള്ളൂ. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 4-5 എണ്ണമാണ് ഇപ്പോൾ ചെയ്തു നോക്കുന്നത്. അപ്പോൾ അതിൽ പന്നിൻ്റെ ശല്യം കുറയോ തണ്ടിൽ നല്ല വിളവുണ്ടാവുമെന്നൊക്കെ അറിയാൻ കഴിയും. ആ പരീക്ഷണം വിജയിച്ചാൽ കൂടുതൽ ഞാൻ ഈ കാര്യം ഇതുപോലെ ഈ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വിജയിച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 6 മാസം 8 മാസത്തിൻ്റെ അടുത്ത് വേണമത് വളർന്ന് കേങ്ങൊക്കെ ഉണ്ടാകാൻ ഒരു 6 മാസമൊക്കെ വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരീക്ഷണമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് അവിടെ പണി കഴിഞ്ഞ് ഇനി പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഇല കുമ്പളത്തിങ്ങാനും വെച്ചാൽ മതി. അതോടെ നമ്മളെ പരിപാടി ഇപ്പം റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ പരീക്ഷണം വിജയിച്ചാൽ ബാക്കിയുള്ള വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.